ലോ ഓഫ് അട്രാക്ഷനെ പോലെ ലോ ഓഫ് ഗ്രാവിറ്റി നല്ലതാണോ ചീത്തയാണോ, ഗുഡ് ഓർ ബാഡ്? ലോ ഓഫ് ഗ്രാവിറ്റി, അതായത് ഭൂമി എല്ലാം അട്രാക്ട് ചെയ്യുന്ന പിടിക്കുന്ന സംഭവമില്ല, അത് ഗുഡാണോ ബാഡാണോ? ഓക്കെ, ഗുഡ്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ഇറ്റ്സ് നെയ്തർ ഗുഡ് നോർ ബാഡ്, ഇറ്റ് ഈസ് ന്യൂട്രൽ. ഇതൊരു ന്യൂട്രൽ ആയിട്ടുള്ള കാര്യമാണ്. കത്തി പോലെയാണ്. കത്തി വെച്ച് നമുക്ക് ആപ്പിൾ മുറിച്ച് കഴിക്കുകയും ചെയ്യാം, ഒരാളെ കുത്തി കൊല്ലുകയും ചെയ്യാം, ഒരാളുടെ ജീവൻ എടുക്കാനും ഉപകരിക്കാം. അതേസമയം കത്തി ഒരു സർജൻ്റെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് ഒരാളെ ജീവൻ രക്ഷിക്കാനും പറ്റും. രണ്ടും കത്തി തന്നെയാണ്. ഇത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ലോ ഓഫ് ഗ്രാവിറ്റി. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നത്, നമ്മൾ നടക്കാൻ പറ്റുന്നത്, ചാടാൻ പറ്റുന്നത്, വണ്ടി ഓടിക്കാൻ പറ്റുന്നതൊക്കെ റീസൺ ലോ ഓഫ് ഗ്രാവിറ്റിയാണ്. ലോ ഓഫ് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് ലോകത്ത്. അതേ ലോ ഓഫ് ഗ്രാവിറ്റി തന്നെയാണ് നമ്മൾ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നമ്മളെ കൊല്ലുന്നത് ലോ ഓഫ് ഗ്രാവിറ്റി തന്നെയാണ്. സൂയിസൈഡ് പോയിന്റ് ചാടുമ്പോൾ ലോ ഓഫ് ഗ്രാവിറ്റി ഇല്ലെങ്കിൽ നമ്മൾ മരിക്കത്തില്ല, കുഞ്ഞുങ്ങൾ വീഴത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഇത് ന്യൂട്രലാണ്. നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചങ്ങാതിയായി മാറും എന്നുള്ളതാണ്. ഇതേ സാധനം തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇറ്റ് ഈസ് ന്യൂട്രൽ. ഇറ്റ്സ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. ലോ ഓഫ് അട്രാക്ഷൻ നല്ലതാണ് അങ്ങനെയൊന്നുമില്ല. ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിനെ നരകമാക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്ന മൊത്തം നെഗറ്റീവാണ്. നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതെല്ലാം നെഗറ്റീവാണ്. കൂടുതൽ സമയം നിങ്ങൾ എന്താണ്, വേണ്ടാത്ത കാര്യങ്ങളാണ്. എങ്ങനെ ആവല്ലേ എന്നാണ് ചിന്തിക്കുന്നത്.